മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥയുടെ പേര് ആ ക്രിസ്തുമസ് രാത്രിയിൽ. ഈ കഥ എഴുതിയിരിക്കുന്നത് ബ്രാസ്ലെ. താഴെ കടലിലേക്ക് നോക്കി നിൽക്കുന്ന കുന്നിൻ്റെ ഉച്ചിയിലെ വസതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. റാങ്മെക്കിയും അയാളുടെ കുടുംബവും താമസിക്കുന്ന വീടാണത്. ക്രിസ്തുമസ് വരാൻ പോവുകയാണ്. പുണ്യരാത്രികളുടെ രാത്രിയിലെ അത്ഭുതങ്ങളും സംഭവങ്ങളും നെരിപ്പോടിനടുത്തിരുന്ന് തീ കാഞ്ഞ് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കപ്പിത്താനായ ക്ലോറകിനൊഴികെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. ക്ലോറക് പൈപ്പ് വലിച്ചുകൊണ്ട് ശാന്തനായിരുന്നു. വിദൂര ഭൂതകാലത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന പോലെ തടിച്ച ഇടതൂർന്ന പുരികങ്ങൾക്ക് താഴെയുള്ള അയാളുടെ നീലക്കണ്ണുകൾ ഉള്ളോട്ട് വലിഞ്ഞു. ക്ലോറക്, ഞാൻ വിളിച്ചു. നിങ്ങൾ വല്ലാതെ ശാന്തനായിരിക്കുന്നു. നിങ്ങൾ പറയാൻ വെമ്പുന്നുണ്ട്. കാലത്തിൻ്റെ കഥകൾ തീർച്ചയായും താങ്കൾക്കും പങ്കുവയ്ക്കാനുണ്ടാകും. അപ്പോഴും ഇഷ്ടിക ചുവപ്പിൻ്റെ നിറമുള്ള ക്ലോറക്കിൻ്റെ മുഖം, അത് അടിക്കടി ഉപ്പ് കലർന്ന കടൽക്കാറ്റ് കൊണ്ട് വേവിക്കപ്പെട്ടതാണ്, ഇപ്പോൾ തീ ചുവപ്പായി മാറി. പരിഭ്രാന്തി കലർന്ന ഇടറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള കഥ പറയാൻ അധികം കാത്തിരിക്കേണ്ടതില്ല. ഞാൻ പറയാം. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ ക്രിസ്തുമസ് രാത്രിയിൽ ഒരിക്കലും മീൻ പിടിക്കാൻ പോകരുതെന്ന് അതെന്നെ പഠിപ്പിച്ചു. വായിൽ നിന്ന് പൈപ്പ് മാറ്റി തള്ളവിരൽ കൊണ്ട് ചാരം തട്ടിക്കളഞ്ഞ് അയാൾ വീണ്ടും അത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് പുക വലിച്ചു കയറ്റി. പിന്നെ സവിശേഷമായി ബ്രിട്ടാനി ഭാഷയിൽ കഥ പറയാൻ തുടങ്ങി. ജോൺ ജൂനിയർ, ഇക്കഥ നടക്കുമ്പോൾ എനിക്കേതാണ്ട് നിങ്ങളുടെ പ്രായമാണ്. മുതിർന്നവരുടെ ഉപദേശം കണക്കിലെടുക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുക എന്നതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഒരു ക്രിസ്തുമസ് രാവിൽ കടലിൽ മീൻ പിടിക്കാൻ പോകാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് വിശുദ്ധ രാത്രിയായതിനാൽ കടലിൽ പോകുന്നത് നിരുത്സാഹപ്പെടുത്താൻ എൻ്റെ പിതാവ് പരമാവധി ശ്രമിച്ചു. ഞാൻ മറുപടി പറഞ്ഞു, ക്രിസ്തുമസോ അപ്പനോ വന്നാലുമില്ലെങ്കിലും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ കാറ്റടിക്കും. പരന്ന മത്സ്യം പിടിക്കാൻ ഇപ്പോൾ പറ്റിയ സമയവുമാണ്. അതിനാൽ ഞാൻ പോവുകയാണ്. പോയ വാരം കടലിൽ വലയിറക്കുക അസാധ്യമായിരുന്നു. അയർലൻഡിൽ നിങ്ങൾ കണ്ടതുപോലുള്ള കനത്ത മൂടൽമഞ്ഞ് തുടർച്ചയായി 6 ദിവസം ആകാശത്തെ ഇരുളാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് രാവിൽ കടലിലിറങ്ങാൻ എനിക്ക് പ്രത്യേകം ഉത്സാഹം തോന്നി. ആകാശം മേഘം കൊണ്ട് മറഞ്ഞിരുന്നു. വടക്കൻ കാറ്റിന് മൂർച്ചയുമുണ്ടായിരുന്നു. അതിന് അധികം തണുപ്പുമുണ്ടായിരുന്നില്ല. ശാന്തവും ചാരനിറവുമാർന്ന സമുദ്രം. വെള്ളം പെരുകിക്കൊണ്ടിരുന്നുവെങ്കിലും കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ല. മത്സ്യബന്ധനത്തിന് അത്രയും അനുകൂലമായ സാഹചര്യം ഒത്തുവരണമെങ്കിൽ ഇനി മാർച്ച് അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അപ്പൻ പറഞ്ഞു, സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് മീൻ കിട്ടാതെ പോകുന്നതാണ്. ക്രിസ്തുമസ് രാത്രിയിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത് ദൈവവും പള്ളിയോ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും പോലെ നാളെയും ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ? ഹോ, ബുദ്ധിപരമായ നിന്റെ വാദത്തിന് എനിക്ക് മറുപടിയില്ല. പിതാവ് തുടർന്നു, ക്രിസ്തുമസ് ആരംഭിക്കുന്ന പാതിരാത്രി രഹസ്യങ്ങൾ നിറഞ്ഞ സമയമാണെന്ന് ഞാൻ നിന്നോട് എപ്പോഴും പറയാറുണ്ട്. എങ്കിലും നിനക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. നിർബന്ധമാണെങ്കിൽ ഞാൻ തടയുന്നില്ല. എന്നാൽ ഒരു ഉപദേശം, അത് തള്ളരുത്. എന്താണത്? അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ നങ്കൂരമുയർത്തുക. അതിൻ്റെ കുരിശും വായുവിൽ ഉയർത്തുക. മുട്ടുകുത്തി ക്രിസ്മസ് കരോൾ ഗാനം ആലപിക്കുകയും വേണം. അത് നീ മറക്കരുത്. ഞാൻ പ്രതിഷേധ സൂചകമായി ചുമൽ വെട്ടിച്ച് തുറമുഖം ലക്ഷ്യമാക്കി തന്നെ നടന്നു. എൻ്റെ കൂടെ 5 കപ്പൽ തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്നു.
എല്ലാവരും എന്നെപ്പോലെ തന്നെ പരുക്കന്മാരാണ്. സ്വന്തമായി ഒരിടം ഉറപ്പുവരുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അന്നത്തെ നാവിക സംഘത്തിലെ ക്യാബിൻ പയ്യൻ ഡുഡോർ, അവൻ മഞ്ഞപ്പനി ബാധിച്ച് 20 വർഷം മുമ്പ് മോണ്ടോവീഡിയയിൽ വെച്ചാണ് മരിച്ചത്. അവനൊഴികെ എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിയറി, റെനി ബാൽനെക് സഹോദരന്മാർ, ലൂയി റെഡോണാറ, ഗോണറി മിക്സ എന്നിവയായിരുന്നു സംഘത്തിലെ മറ്റംഗങ്ങൾ. കടപ്പുറത്ത് വെച്ച് അവർ 5 പേരും എന്നോടൊപ്പം ചേർന്നു. അവർ കനത്ത ബൂട്ടുകൾ ധരിച്ചിരുന്നു. എണ്ണത്തൊലി തൊപ്പികൾ താടിയിൽ കൂട്ടിക്കെട്ടി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാ ഉപകരണങ്ങളോടുകൂടി ഞങ്ങൾ പായക്കപ്പൽ സപ്തദ്വീപുകൾ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. കാറ്റ് അനുകൂലമായിരുന്നു. പക്ഷേ മീൻപിടുത്തക്കാരായി ഞങ്ങൾ മാത്രമേ കടലിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് കപ്പലുകൾ കടൽപ്പാലത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നു. മുക്കുവന്മാർ മുഷ്ടി ചുരുട്ടി പഴയ പീരങ്കി നിരയുടെ വരമ്പിൽ അലഞ്ഞു തിരിയുന്നത് പിയറി ചൂണ്ടിക്കാണിച്ചു. അയാൾ പറഞ്ഞു, മടിയന്മാർ, ക്രിസ്തുമസ് ആഘോഷിക്കാൻ 10 സൗസ് പോലും അവരുടെ കയ്യിലുണ്ടാകാൻ വഴിയില്ല. ഒഴിവു ദിനത്തിന് തയ്യാറെടുക്കുന്നതിന് പകരം കറങ്ങി നടക്കുകയാണവർ. റുഡോണയും ബാൽനെക്കും അതിനോട് യോജിച്ചു. പാതിരാ കുർബാന കഴിഞ്ഞാൽ ഈ മടിയന്മാരെ സൽക്കരിക്കേണ്ടി വരുമോ എന്നായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും ആശങ്ക. പക്ഷേ അവർ കടലിൽ പോകാതിരിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ടെന്ന് എനിക്കറിയാം. നേരത്തെ അപ്പനും ഞാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ പ്രകടമായ അതേ ആശങ്കയാണ് അവരെ മതിക്കുന്നത്. അക്കാര്യം പറഞ്ഞപ്പോൾ പിയറി പുച്ഛിച്ചു. പഴഞ്ചൻ തന്തയുടെ ആശയം. ഡുഡോഡൊഴിച്ച് എല്ലാവരും അതിനോട് യോജിച്ചു. ചൂണ്ടച്ചരടിൽ തെരിപ്പിടിപ്പിച്ചുകൊണ്ട് ഡുഡോഡ് തൻ്റെ വല്യപ്പച്ചൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞു. ഒരു ക്രിസ്മസ് നാൾ പാതിരാത്രിക്ക് ശേഷമാണ് വല്യപ്പച്ചൻ മരിച്ചതെന്ന് അല്പം പേടിയോടെയാണ് അവൻ പറഞ്ഞത്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാൻ പോയതേയില്ല. താമസിയാതെ ഞങ്ങളുടെ പായക്കപ്പൽ സന്യാസിമാരുടെ ദ്വീപ് നിലകൊള്ളുന്ന ജലാശയത്തിലെത്തി. ചൂണ്ടച്ചരടുകൾ വെള്ളത്തിലിറക്കി. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മത്സ്യങ്ങൾ ചൂണ്ടകളെ സ്പർശിച്ചതേയില്ല. സൗമ്യമായ കാലാവസ്ഥ അവയെ ജലോപരിതലത്തിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ആഴങ്ങളിലെ ഒളിസങ്കേതങ്ങൾ വിടാൻ അവ വിമുഖത കാണിച്ചു. 1-2 മണിക്കൂർ കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ലാതെ വല്ലാത്ത മുഷിച്ചിൽ. അപ്പോൾ ആഴക്കടലിലേക്ക് കപ്പലോടിക്കാമെന്ന നിർദ്ദേശം പിയറി മുമ്പോട്ട് വെച്ചു. അതിന് ഞാൻ സമ്മതം മൂളി. കപ്പൽ പ്രയാണം തുടങ്ങി. വൈകാതെ ദ്വീപുകളുടെ ഭാഗത്ത് കാറ്റ് അനുകൂലമാകുന്ന സ്ഥലത്ത് ഞങ്ങളെത്തി. സമൃദ്ധമായി മീൻ കിട്ടിയതോടെ ഞങ്ങളുടെ ഉന്മേഷം വർദ്ധിച്ചു. കടലിലെ മത്സ്യം ഞങ്ങൾ കാലിയാക്കുമെന്ന് തോന്നി. വലയിൽ നിന്ന് മീൻ ബോട്ടിലാക്കി ഞങ്ങളുടെ ക്യാബിൻ പയ്യൻ ഡുഡോഡ് തളർന്നു. വിചാരിച്ചതിലേറെ മത്സ്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ കപ്പലിലുള്ളത്. ഞങ്ങൾ ചിരിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഇരുട്ട് വീഴാൻ തുടങ്ങിയതും ശ്രദ്ധിച്ചില്ല. തിരമാലകൾ കപ്പലിനെ ഉയർത്തുന്ന ചാര പച്ച നിറത്തിലുള്ള കടൽ വെള്ളവും ചൂണ്ടകൾ കൊണ്ടുവരുന്ന പരന്ന മീനുകളുമല്ലാതെ ഞങ്ങളുടെ കണ്ണുകൾ യാതൊന്നും തന്നെ കണ്ടില്ല. ഡുഡോഡ് മാത്രം മ്ലാനമായ പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്തയിലമർന്നു. എന്നാൽ അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. രാത്രിയുടെ വരവോടെ അവൻ അസ്വസ്ഥനായി. ഒടുവിൽ അവൻ എന്നോട് സംസാരിച്ചു. നേരം വൈകുകയാണ് കപ്പിത്താൻ. വേലിയിറക്കത്തോടൊപ്പം പോകാൻ പ്രയാസമാണ്. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. സപ്തദ്വീപുകളിലെ നീർച്ചൂഴി മനസ്സിലാക്കാൻ തിടുക്കപ്പെട്ടില്ലെങ്കിൽ വേലിയിറക്കവും വടക്ക് പടിഞ്ഞാറൻ കാറ്റും ഞങ്ങൾക്കെതിരാകും. കടലിലെ അടിയൊഴുക്ക് ഭീകരമാണ്. പ്രതിബന്ധങ്ങളിൽ അതിനെ സമീപിക്കാനാവില്ല. അതിനാൽ ഞാൻ ഡുഡോഡിനോട് യോജിച്ചു. പുറപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മറ്റുള്ളവർ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇനിയും മീൻ പിടിക്കണം, എന്തിനിപ്പോൾ തന്നെ മടങ്ങണം? ഡുഡോഡ് എന്നോട് സംസാരിക്കുന്നത് കേട്ട പിയറിയുടെ സഹോദരൻ റെനി രോഷത്തോടെ പറഞ്ഞു. അവനിതിലെന്താണ് കാര്യം? മൂലകുടി മാറാത്ത ചെക്കൻ. അവനോട് നാം സമയം ചോദിച്ചു. ഇല്ല, പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. ചക്രവാളത്തിലേക്ക് നോക്കൂ, ഇരുട്ട് വീഴുകയാണ്. ഇരുട്ട് വീണോട്ടെ,
ഒരു വട്ടം കൂടി വലയെറിയണം കപ്പിത്താൻ. മറ്റുള്ളവരും റെനിയെപ്പോലെ രോഷാകുലരായിരുന്നു. ലൂയി, പിയറി, ഗോണറി. സത്യം പറയാമല്ലോ, ഞങ്ങളുടെ ക്യാബിൻ പയ്യനോട് എനിക്കും നീരസം തോന്നിയിരുന്നു. അതിനാൽ അവരോട് ശണ്ട കൂടാൻ ഞാൻ തയ്യാറായില്ല. ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടേയിരുന്നു. ക്ലോറക് ചുണ്ടിലെ കെട്ടുപോയ പൈപ്പ് കത്തിക്കാൻ സംസാരം നിർത്തി. നേരിപ്പോടിലേക്ക് കുനിഞ്ഞ് ഒരു കനലെടുത്ത് കളിമൺ നിർമ്മിതമായ പൈപ്പിലിട്ടു. ആഞ്ഞു വലിക്കുമ്പോൾ മുഖത്തിൻ്റെ അകംഭിത്തിയിൽ കനൽ സ്പർശമേറ്റാൽ എന്നതുപോലെ അയാളുടെ കവിളുകൾ പൊള്ളയായി തോന്നിച്ചു. വീടിൻ്റെ പുറത്തെവിടെയോ ഒരു ചീവീട് കരയാൻ തുടങ്ങി. 6 പേരുടെ ജീവൻ അപകടപ്പെടുത്തിയേക്കാവുന്ന ലാഭക്കൊതിയിലേക്ക് ഞാനും മനഃപരിവർത്തനം ചെയ്യപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാനൊന്നും ബാക്കി വയ്ക്കുന്നില്ല. വസ്തുതകൾ പരിമിതമാണ്. ഞാനിപ്പോൾ എൻ്റെ കഥയുടെ വിനാശകരമായ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ മത്സ്യബന്ധനം നിർത്തി. കപ്പൽ നിറയെ മത്സ്യവുമായി മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ഞാൻ ദിശ മാറ്റാൻ ശ്രമിക്കവേ കപ്പലിൻ്റെ പ്രധാന ഒഴുക്കിൽ ഒരു തിളക്കം പ്രത്യക്ഷമായി. അത് അല്പം ഇളകി, പിന്നെ ശാന്തമായി വളർന്നു. അത് അപകട സൂചനയായിരുന്നു. കാറ്റ് അപ്രത്യക്ഷമാവുകയും തിരമാലകൾ ശമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ കുഴപ്പത്തിൽപ്പെടും. പിന്നെ ചുരുങ്ങിയത് പാതിവേലി ഇറക്കം ഉണ്ടാകുന്നതുവരെയെങ്കിലും അനങ്ങാതെ ഇരിക്കുക എന്താണ്. അപ്പോഴും രക്ഷപ്പെടാൻ നന്നേ ക്ലേശിക്കേണ്ടതായി വരും. അതിനാൽ വീണ്ടും യാത്ര തുടങ്ങാൻ ഇരുട്ടിൽ 3-4 മണിക്കൂർ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വന്നു. ഞങ്ങളിൽ നിന്ന് കളിയും ചിരിയും പെട്ടെന്ന് അപ്രത്യക്ഷമായി. എൻ്റെ 5 കൂട്ടുകാരും അവരുടെ സ്ഥാനങ്ങളിലെ ബെഞ്ചുകളിൽ ഇരിപ്പാണ്. ചിലർ മുന്നോട്ടും ചിലർ പിന്നോട്ടും പതറിപ്പോകുന്ന ഇരുട്ടിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളെ മ്ലാനത പിടിമുറുക്കിയിരുന്നുവെങ്കിലും ശരിയായ സമയത്ത് തുറമുഖത്തെത്താമെന്ന പ്രതീക്ഷ എന്നിൽ അണയാതെ നിന്നിരുന്നു. ഞങ്ങൾ തുഴഞ്ഞുകൊണ്ടിരുന്നു. അധിക ദൂരമൊന്നും മുന്നോട്ട് പോകാനിടയില്ല. റെനി അസഭ്യവർഷത്തോടെ അലറാൻ തുടങ്ങി. നിനക്കിത് എന്തു പറ്റി? പരുഷമായ ശബ്ദത്തിലാണ് ഞാൻ ചോദിച്ചത്. അവൻ്റെ മറുപടി ഉടനെ തന്നെ വന്നു. ഒക്കെ കുട്ടിച്ചോറായി. പടിഞ്ഞാറ് പുറംകടലിലേക്ക് നോക്കൂ. അവിടെ ചെറുതുള്ളികൾ കാണാനില്ലേ? ലൂയിറു ഡോണോ അതേ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. സംശയമില്ല, മൂടൽമഞ്ഞ് വരികയാണ്. അവർ പറഞ്ഞത് ശരിയായിരുന്നു. ആകാശത്ത് മൂടൽമഞ്ഞ് ഇരച്ചു കയറുന്നത് നടുക്കത്തോടെ എനിക്കും കാണാൻ കഴിഞ്ഞു. ആകാശത്തിനും കടലിനുമിടയിൽ മൂടൽമഞ്ഞ് ഒരു മൃദുവായ തുണി നെയ്യുകയാണ്. പിയറി മന്ത്രിച്ചു. നാശം! അതാണ് കാറ്റിൻ്റെ വായ മൂടിക്കെട്ടിയത്. കടൽ പായക്കപ്പലിൻ്റെ വശങ്ങളിൽ ചുറ്റി. കപ്പലിന് പിന്നിലെ ചാലിലേക്ക് നുര പ്രവഹിച്ചു. ഞങ്ങൾക്ക് താഴെയുള്ള ഓക്കുമരത്തടികൾ കുലുങ്ങി. ഞങ്ങൾ ദ്വീപുകൾക്ക് നടുവിലെ ജലമാർഗത്തിലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു, ഹേയ് ക്യാബിൻ പയ്യൻ, കഴിയാവുന്ന വിധം ഗതി നിയന്ത്രിക്കുക, ബാക്കിയുള്ളവർ തുഴയട്ടെ. ഞാനും അവരുടെ കൂടെ ചേർന്നു. എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. ലൂയിക്ക് പാറകളിലാണ് ശ്രദ്ധ. അവന് നല്ല നിരീക്ഷണ പാഠവുമുണ്ട്. മുന്നിൽ ആർക്കെങ്കിലും കുഴപ്പം കാണാൻ കഴിയുന്നുവെങ്കിൽ അത് ലൂയിക്ക് മാത്രമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ലൂയി അണിയത്താണ്. കൊച്ചു ഡുഡോട്ട് ചുക്കാൻ പിടിക്കുന്നു. മറ്റുള്ളവർ ഇടതും വലതും ചേർന്ന് തുഴയുന്നു. ഞങ്ങൾ ഒരുവിധം കപ്പൽ പായിച്ചു. ഞങ്ങൾ വെള്ളത്തിന് മീതെ ഒഴുകി. വലിയ ശരീരമുള്ള പിയറി ഉച്ചത്തിലമറി. എത്ര വേഗത്തിലാണ് ഞങ്ങൾ തുഴഞ്ഞതെന്ന് പറയാനാവില്ല. പക്ഷേ മൂടൽമഞ്ഞിനെ പിന്തള്ളാനായില്ല. പതിയെ പതിയെ മൂടൽമഞ്ഞ് ഞങ്ങളെ പിന്നിലാക്കി. അതിനു മുമ്പത്തെ അവസാന നിമിഷങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഒടുവിലത്തെ ചീളിൻ്റെ രൗദ്രഭാവം സമുദ്രമുഖത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇരുട്ട് കപ്പലിനെ പൊതിഞ്ഞു. മൂടൽമഞ്ഞിൻ്റെ അതിശക്തമായി ഒഴുകുന്ന മതിൽ ഞങ്ങളുടെ കണ്ണുകെട്ടി. അല്പനേരം ദ്വീപിൽ വെളിച്ചമിന്നി. പിന്നെ മലിനമായ ഒരു പ്രകാശവലയമായി വിദൂരതയിലെ പ്രേതനക്ഷത്രം പോലെ അത് അപ്രത്യക്ഷമായി. അത് അവസാനത്തെ വെളിച്ചമാണ്. പയ്യൻ,
കപ്പലിന്റെ ദക്ഷിണ ഭാഗത്തേക്ക് തിരിക്കൂ. നീ കേൾക്കുന്നുണ്ടോ? ലൂയിയുടെ ശബ്ദം. ഹോ ഹോ, അവൻ ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് മറുപടി പറഞ്ഞു. അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം പരുഷമായി മുഴങ്ങി. ഇപ്പോൾ ഉറഞ്ഞ തണുപ്പ് ഞങ്ങളുടെ അവയവങ്ങളിൽ തുളച്ചു കയറി. മൂടൽമഞ്ഞിന്റെ അസാധാരണമായ പുകമണം ഞങ്ങളുടെ തൊണ്ടയെയും ശ്വാസകോശത്തെയും വേദനിപ്പിച്ചു. തുഴകൾ മുറുകെ പിടിച്ച് ഒഴുക്കിനെതിരെ തന്ത്രം മെനയാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും കണ്ടുവോ എന്ന് ഓരോ നിമിഷത്തിലും ഞാൻ ലൂയിയോട് ചോദിച്ചുകൊണ്ടിരുന്നു. വളരെ ദൂരെ തിരമാലകളുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. നാം ഇപ്പോഴും ജലഗതാഗത മാർഗത്തിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീക്ഷ്ണമായ മൂടൽമഞ്ഞ് ഞങ്ങളുടെ മൂക്കിനുള്ളിൽ കെട്ടിനിന്നു. നിഴലും രാത്രിയും ഞങ്ങളെ തടകില്ലാക്കി. തൊട്ടടുത്തിരിക്കുന്നവരെ കാണാൻ പോലും ഞങ്ങൾക്ക് അസാധ്യമായി. കോണറി ഇരിപ്പിടത്തിൽ തന്നെ ഉണ്ടെന്നും എങ്ങും പോയിട്ടില്ലെന്നും ഉറപ്പിക്കാൻ ഞാൻ അയാളുടെ ട്രൗസറിൽ പിടിച്ചു. ഇരിക്കുന്ന വലിയ നിഴൽ രൂപം യഥാർത്ഥത്തിൽ അവൻ തന്നെയാണോ എന്നറിയാൻ ഞാൻ കണ്ണുകൾ തിരിച്ചു നോക്കി. അഗാധമായ ഇരുട്ടിനോട് ചേർന്ന് കപ്പലിന്റെ വശങ്ങൾ പോലും മങ്ങിപ്പോയി. അപ്പോൾ കപ്പലിന്റെ വളവിൽ നിന്ന് നിരീക്ഷകരായി ലൂയിയുടെ ശബ്ദമുയർന്നു. കൂട്ടരെ, നാം മുന്നോട്ട് പോവുകയല്ല, ഒഴുകി ഒഴുകി പോവുകയാണ്. ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് നിശബ്ദരായിരുന്നു. തിരമാലകൾ ഞങ്ങളുടെ കപ്പലിന്റെ വശങ്ങളിൽ തട്ടുന്ന ശബ്ദം മാത്രം നിശബ്ദതയെ മുറിച്ചു. ദൈവകൽപ്പനയാണ് ഞങ്ങളുടെ വഴികാട്ടി. ഞാൻ ആലോചനയിൽ അമർന്നു. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞങ്ങൾ പുറംകടലിലേക്ക് ഒഴുകും. അവിടെ വേലിയിറക്കം കാത്തിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ജലപാതയിൽ ഞങ്ങൾ നിൽക്കുന്നുവെങ്കിൽ പാറക്കൂട്ടത്തിൽ ഇടിച്ചു കയറിയേക്കാം. എന്നാൽ എനിക്കൊരു കാര്യം ബോധ്യമായി. പുലരുന്നതിന് മുമ്പ് ഞങ്ങൾ തുറമുഖമണയാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചൊഴുകി. നിഴലുകൾ മനുഷ്യരെക്കാൾ പ്രേതങ്ങളെപ്പോലെ തോന്നിച്ചു. എണ്ണത്തൊലിയിൽ പൊതിഞ്ഞ മുഖംമൂടികൾ ഞങ്ങൾ വലിച്ചു കയറി. കൈകൾ ഉറകളിലാക്കി ഞങ്ങളിരുന്നു. ഞങ്ങൾക്ക് അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. വായ തുറക്കുമ്പോൾ അതിൽ മൂടൽമഞ്ഞ് നിറയും. ഭീതിജനകമായ മണം നരകക്കടലിന്റെ ഗന്ധം പോലെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. കടലിന്റെ ശബ്ദം അത്യധികമായി ദുർബലമായി. സമ്പൂർണ്ണ നിശബ്ദത. മരണക്കടലിലെ 6 ആത്മാക്കളെ പോലെ ഞങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ക്യാബിൻ പയ്യന്റെ പതിഞ്ഞ ശബ്ദം പെട്ടെന്ന് നിശബ്ദതയെ മുറിച്ചു. എനിക്കത് ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താണ് റുഡോർട്ട്? കപ്പലിൽ ഒരു 7-ാമനുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എല്ലാവരും ചാടി എഴുന്നേറ്റു. എന്ത് വിവരക്കേടാണ് നീ പറയുന്നത്? ഞാൻ രോഷാകുലനായി അവനോട് ചേറി. അതേസമയം ഭയപ്പെടുകയും ചെയ്തു. പിയറി കളിയാക്കി. ഈ കൊച്ചു വിട്ടിക്ക് 5-ലേറെ എണ്ണാൻ കഴിയില്ല. അല്ലെങ്കിലും അവനൊരു കണ്ണുപൊട്ടനാണ്. പിയറിയുടെ സഹോദരൻ റെനിയുടെ കുത്തുവാക്ക്. നിങ്ങൾ പുച്ഛിച്ചുകൊള്ളുക, ഡുഡോട്ട് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് നിങ്ങളെ തന്നെ എണ്ണി നോക്കൂ. ഞാൻ എണ്ണി നോക്കി. അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു. പക്ഷേ മൂടൽ മഞ്ഞിൽ അവ്യക്തമായ രൂപങ്ങൾ തിരിച്ചറിയാനായില്ല. മുൻപിൽ ലൂയി ഉണ്ടാകണം, അപ്പുറത്ത് സഹോദരന്മാരും. എന്നാൽ മിക്സം നീങ്ങിപ്പോയോ? എനിക്ക് ഉറപ്പില്ല. അതിനാൽ വീണ്ടും എണ്ണി. 7. പിയറി മന്ത്രിച്ചു. അതെ, കപ്പലിൽ ഒരാൾ കൂടിയുണ്ട്. ഓരോരുത്തരും എണ്ണി. എല്ലാവർക്കും കിട്ടിയതും 7 തന്നെ. 6 പേരോടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പക്ഷെ ഇപ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ 7 നിഴൽ രൂപങ്ങളുണ്ട്. പേര് വിളിച്ച് എണ്ണി നോക്കാമോ? റുഡോണ എൻ്റെ മുമ്പിൽ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. പ്രായമനുസരിച്ച് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിച്ചു. ആദ്യം പിയറി, പിന്നെ ഗോണി മിക്സ. ഇരുവരും മറുപടി പറഞ്ഞു. ലൂയി ഹാജർ, റെനി ഹാജർ, ഡുഡോർട്ട് ഹാജർ. ലൂയി റുഡോണ പൊട്ടിത്തെറിച്ചു. ഉത്തരം പറയാത്തൊരുത്തൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അവൻ പായ്മരത്തിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിൻ്റെ കുപ്പായ കഴുത്ത് പിടിച്ചു. പക്ഷേ പിയറി ആക്രോശിച്ചതോടെ അവൻ്റെ മുഷ്ടി വേഗത്തിലയഞ്ഞു. എടാ കഴുതേ, നീ എന്നെയാണ് പിടിക്കുന്നത്. തുടർന്ന് കുറേ നേരത്തേക്ക് ആരും ഒന്നും തന്നെ പറഞ്ഞില്ല.
എൻ്റെ ഹൃദയം വേഗത്തിൽ തുടിച്ചു. കനത്ത മൂകത മുറിച്ചുകൊണ്ട് നിലവിളിക്കായി കാത്തിരിക്കുന്ന ഭീതി എൻ്റെ ചർമ്മത്തിൽ ആഞ്ഞു കുത്തി. എല്ലാ വശങ്ങളിൽ നിന്നും ദീർഘശ്വാസം ഉയർന്നു. രാത്രിയിൽ കപ്പലിൽ കയറിയ അജ്ഞാതനെവിടെ? പറയാനാവാത്ത ഏഴാമത്തെ യാത്രികന്റെ പ്രകൃതത്തെക്കുറിച്ച് ഞാൻ അധീരനായി ചിന്തിച്ചു. അയാൾ യഥാർത്ഥത്തിൽ മനുഷ്യനോ അതോ പ്രേതമോ? പ്രേതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഭീതിജനകമാണ്. എന്നാൽ മറ്റൊരാളുടെ ഭാരം കൂടി വഹിക്കാൻ ഞങ്ങളുടെ കൊച്ചു കപ്പലിന് ശേഷി ഉണ്ടാകണമെന്നുമില്ല. എൻ്റെ ആലോചന കാട് കയറിക്കൊണ്ടിരിക്കെ ക്യാബിൻ പയ്യൻ വീണ്ടും സംസാരിച്ചു. ഹേയ് കപ്പിത്താൻ, കപ്പലിൻ്റെ മുൻഭാഗം മുങ്ങുകയാണ്. ഉൾവശത്തെ പലകകൾ ഏതാണ്ട് വെള്ളത്തിലാണ്. ഭയന്നു പോയ പിയറിയുടെ കരച്ചിൽ പുറത്തെത്തി. അതേ വികാരം ഞങ്ങളിൽ എല്ലാവരിലും രൂഢമൂലമായി കഴിഞ്ഞിരുന്നു. കപ്പലിലെ അതിമാനുഷ സന്ദർശകൻ, അയാളുടെ രൂപം എന്തുമാകട്ടെ, ഞങ്ങളെ ഈ അർദ്ധരാത്രിയിൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. എല്ലാ സാധനങ്ങളും കടലിലേക്ക് എറിഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറയ്ക്കണമെന്ന് ഞാൻ വിളിച്ചുകൂവി. ദുഃഖത്തോടെയാണെങ്കിലും ഞങ്ങൾ ആദ്യം എല്ലാ മത്സ്യവും കടലിലേക്ക് എറിഞ്ഞു. കപ്പലിലെ അത്യാവശ്യമില്ലാത്ത മറ്റ് പല വസ്തുക്കളും കടലിൻ്റെ ആഴങ്ങൾ കണ്ടു. പക്ഷേ അവയൊന്നും തന്നെ സഹായിച്ചില്ല. കപ്പലിൻ്റെ പിൻഭാഗം മുങ്ങിത്തന്നെ നിന്നു. ഇനി ഒരിഞ്ച് മുന്നോട്ട് നീങ്ങിയാൽ കടൽ നമ്മളെ വിഴുങ്ങും. അജ്ഞാത ലോകത്തിൽ നിന്നെന്ന പോലെ ക്യാബിൻ പയ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും എറിയാനുണ്ടോ എന്നറിയാൻ ഞാൻ ഉന്മത്തനായി കണ്ണോടിച്ചു. ശ്രദ്ധയിൽപ്പെട്ട നങ്കൂരമെടുത്ത് നിവർത്തി. അപ്പൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ കുതിച്ചെത്തി. ഞാൻ ഉറക്കെ പറഞ്ഞു, കാത്തിരിക്കൂ, മറ്റൊന്നും തന്നെ എറിയരുത്. നങ്കൂരത്തിൻ്റെ കുരിശ് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഞാൻ ക്രിസ്തുമസ് കരോൾ പാടാൻ തുടങ്ങി. എനിക്ക് ഭ്രാന്ത് പിടിച്ചുവെന്ന് കരുതിയെന്നാണ് പിൽക്കാലത്ത് മറ്റുള്ളവർ എന്നോട് പറഞ്ഞത്. എന്നാൽ ഞാൻ പാടാൻ തുടങ്ങിയ ഉടനെ കപ്പൽ ഒരിക്കൽ കൂടി ഉയർന്നുവെന്ന് ടുഡോഡ് ആഹ്ലാദപൂർവ്വം വിളിച്ചു പറഞ്ഞു. കരോളിന്റെ 2ാം വരി മുതൽ എല്ലാവരും പങ്കുചേർന്നു. പിയറി പള്ളി സംഗീതോപകരണം പോലെയാണ് ഇപ്പോൾ അലറുന്നത്. അപ്പോൾ മൂടൽ മഞ്ഞിൽ നിന്ന് അജ്ഞാത ശബ്ദമുയർന്നു. ഓരം ചേർന്ന് പോകുന്നത് സൂക്ഷിക്കുക. കപ്പൽ കാറ്റിനോട് അടുത്തു പോകട്ടെ. ആരാണ് സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താനായില്ല. അത് ഞങ്ങളുടെ നിരീക്ഷകനായ ലൂയിയുടെ ശബ്ദമല്ല. എന്നാൽ അജ്ഞാത ശബ്ദം സൂചിപ്പിച്ച വശത്തേക്ക് കപ്പൽ തിരിച്ചപ്പോൾ കണ്ട അഭയാനക ദൃശ്യം ഞങ്ങളെ ആകെ ഉലച്ചു കളഞ്ഞു. ട്രയാഗോസ് ദ്വീപിന്റെ വലിയ പാറകൾ. കടൽ മിക്കവാറും ആ പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായിരുന്നു. പായക്കപ്പൽ അതിലടിച്ച് ഞങ്ങൾ പൊടിഞ്ഞു മുങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ അജ്ഞാതന്റെ മുന്നറിയിപ്പ് വന്ന ഉടൻ തന്നെ വിളക്കുമാടം ലൂയിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പുതിയ കരുത്തോടെ ഞങ്ങൾ തുഴഞ്ഞു. താമസിയാതെ കാവൽക്കാരൻ റാന്തൽ വിളക്കുമായി ഞങ്ങളെ വരവേറ്റു. ഞങ്ങളുടെ കപ്പലിന്റെ കയർ കടൽപ്പാലത്തിൽ ബന്ധിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ശ്രദ്ധിക്കുക, പാതിരാ കുർബാന വൻകരയിലാണ്. ഞങ്ങളെല്ലാവരും കുരിശു വരച്ചു. പൈലറ്റിന്റെ പൈപ്പ് അണഞ്ഞുപോയിരുന്നു. ഞങ്ങളോട് പറഞ്ഞ പഴങ്കഥയുടെ പ്രതിഫലനം എന്ന പോലെ ഒരു നിമിഷം അയാൾ അതിനെ തുറച്ചു നോക്കി. ഴാങ് മെങ്കിയുടെ കടലോര വസതിയിൽ അത്ഭുതത്തോടെയാണ് ഞങ്ങൾ പൈലറ്റിന്റെ കഥ കേട്ടത്. പൈലറ്റ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ കഥ. കാലത്ത് 6 മണിയോടെ ഒരു മത്സ്യം പോലുമില്ലാതെ ഞങ്ങൾ തുറമുഖത്ത് തന്നെ തിരിച്ചെത്തി. നിശബ്ദമായ അറിവോടെയും അത്ഭുതത്തോടെയും എൻ്റെ അപ്പൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, ആ 7-ാമൻ്റെ കാര്യം? അയാൾ എപ്പോൾ അപ്രത്യക്ഷമായെന്നാണ് നിങ്ങൾ കരുതുന്നത്? അയാൾ ആരാണ്? അല്ലെങ്കിൽ എന്തായിരുന്നു? ക്ലോറക് കുനിഞ്ഞ് തോൾ വെട്ടിച്ചു. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ചെറിയ നീലക്കണ്ണുകൾ പ്രകാശിക്കുകയും അണയുകയും ചെയ്തുകൊണ്ട് നിബിഡമായി പുരുകങ്ങൾക്ക് താഴെ സ്വപ്നങ്ങൾ നിറച്ചുകൊണ്ട് ക്ലോറക് പറഞ്ഞു, കൂടുതൽ ഒന്നും ആഗ്രഹിക്കരുത്. എന്നാൽ എപ്പോഴും ഓർമ്മിക്കൂ, ക്രിസ്മസ് രാവിലെ ഒരിക്കലും മീൻ പിടിക്കാൻ പോകരുത്. കാരണം ക്രിസ്മസ് ആരംഭിക്കുന്ന പാതിരാത്രി രഹസ്യങ്ങൾ നിറഞ്ഞ സമയമാണ്.
ആ ക്രിസ്തുമസ് രാത്രിയിൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.